ഖാല റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈന ഔ അൻ യത്ഗ. ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ ഹാറൂൻ അലൈഹിമസ്സലാം അവരോട് പറയാണ്. ഖാല, അള്ളാഹു പറഞ്ഞു, ലാ തഖാഫ. ലാ തഖാഫ പറഞ്ഞ നിങ്ങൾ ഇരുവരും ഭയക്കരുത്, ഭയക്കരുത്. ഇന്നനി മഅകുമാ അസ്മഉ വ അറ. നിങ്ങളിരുവരും ഭയക്കരുത്. ഈ നിങ്ങളിരുവരും ഭയക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിരോധത്തിനുള്ള കൽപ്പനയാണ്. നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ കളവ് പറയരുത് എന്നതുപോലെ, പിന്നെ അഥവാ ഭയന്നാൽ നിങ്ങളെ ശിക്ഷിക്കുന്നുള്ള അർത്ഥത്തിലുള്ള ഒരിതല്ല. വിരോധം എന്തിനാ? വിരോധിക്കപ്പെട്ടൊരു കാര്യം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ശിക്ഷ ഉണ്ടാവും, ഹറാമാണ്. ആ നിലക്കുള്ള ഒരു വിരോധിക്കലല്ല ഇത്. വിരോധിക്കല. ലാ തഖാഫ, നിങ്ങളിരുവരും ഭയക്കരുത്. അതവർക്കൊരു ആശ്വാസത്തിന് ഉള്ള ഒരു പ്രയോഗമാണ്. കാരണം ഇന്നനി, തീർച്ചയായും ഞാൻ. ഇവിടെ കാരണം എന്ന് തീർച്ചയായും, ഇന്നനി തീർച്ചയായും ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് തീർച്ചയായും ഞാൻ. മഅകുമ, മഅകുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുവരോടും ഒപ്പമാണ്. ഇന്നനി മഅകുമ, ഞാൻ നിങ്ങൾ ഇരുവരോടും ഒപ്പമുണ്ട്. മഅകുമ. അസ്മഉ, അസ്മഉ ഞാൻ കേൾക്കുന്നു. വ അറ ഞാൻ കാണുകയും ചെയ്യുന്നു. അസ്മഉ വ അറ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ തൻ്റെ നബിമാരായ റസൂലുമാരായ മൂസ ഹാറൂൻ അലൈഹിമസ്സലാം അവരെ എന്ത് ചെയ്യാണ്? തണുപ്പിക്കുകയാണ്. അവർക്ക് ആശ്വാസവും സമാധാനവും അറിയുകയാണ്. ലാ തഖാഫ, നിങ്ങളിരുവരും ഭയക്കരുത് എന്ന്. കാരണം ഏതൊരു മനുഷ്യനും ഭയന്നു പോകുന്നൊരു വേദിയിലേക്കാണ് അവർ പോണത്. സാധാരണ ഒരു രാജാവിനെ പോലെയല്ല. ഫിർഔൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ അഹങ്കാരിയാണ്. ആ അഹങ്കാരിയുടെ അടുക്കലേക്കാണ് പോകുന്നത്. പിന്നെ ആ ഫിർഔൻ അവന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യുന്ന അവൻ്റെ ആരാണ്? കിങ്കരന്മാരുമാണ്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറെ ഭയക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ തഖാഫ. കാരണം ഇന്നനി ഞാൻ മഅകുമ, നിങ്ങൾ ഇരുവരുടെയും കൂടെയുണ്ട് എന്നാണ്. മഅകുമ, അവിടെ മഅ ഉണ്ടോ? മഅ പ്രയോഗിച്ചു. മഅകുമ, നിങ്ങൾ ഇരുവരുടെയും കൂടെ. ഈ മഅ അള്ളാഹുവിൻ്റെ മഅയ്യത്തിനെയാണ് അറിയിക്കുന്നത്. എന്താ മഅയ്യത്ത്? മഅയ്യത്ത്, മഅ എന്ന് പറഞ്ഞാൽ കൂടെ എന്നർത്ഥം. അന മഅക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൂടെ എന്നാണ്. കൂടെ. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് എന്നുള്ള വിശേഷണത്തെയാണ് അറിയിക്കുന്നത് ഈ പ്രയോഗം മഅകുമ എന്നുള്ളത്. മഅയ്യത്ത് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള വിഷയം. കൂടെയുണ്ട് എന്നുള്ള വിഷയം, അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള വിഷയം. ഇപ്പോൾ പിന്നെ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പോയില്ലേ? സൗർ ഗുഹ എപ്പോഴാണ് പോയത്? ഹിജറയുടെ തുടക്കത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യാഴാഴ്ച രാത്രി ഹിജറ പുറപ്പെട്ടു. പിന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ടു. എന്നിട്ട് സൗറിലെത്തി. അങ്ങനെ വെള്ളി, ശനി, ഞായർ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ കഴിച്ചു കൂട്ടിയത്? സൗർ മലയുടെ മുകളിൽ സൗർ ഗുഹയിലാണ്. ഞായറാഴ്ച ആണ് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ വെള്ളിയാഴ്ച തിങ്കളാഴ്ച ഹിജറ തുടങ്ങുന്നത്. അപ്പം 3 ദിവസം സൗർ ഗുഹയിൽ ഇരുന്ന്. അപ്പോഴാണ് ഖുറൈശികൾ എന്ത് ചെയ്യണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബൂബക്കർ റളിയല്ലാഹു ഒക്കെ തല കൊയ്യാൻ വേണ്ടിയിട്ട് അവർ ഇനാമുണ്ടല്ലോ, 100 ഒട്ടകങ്ങൾ ഇനാം, അത് കൊന്ന് കൊണ്ടുവന്നാലും ജീവനോടെ കൊണ്ടുവന്നാലും ഇനാമുണ്ട്. അപ്പോൾ അതിലുള്ള ആർത്തിയിൽ ഇവരെന്ത് ചെയ്യണത്? അന്വേഷിച്ച് എവിടേക്ക് വരുന്നത്? സൗർ മലയുടെ മുകളിലേക്ക് വരുന്നത്. അപ്പോൾ സൗർ മലയുടെ മുകളിൽ അവരെത്തി. ആ മലയുടെ മുകളിൽ കയറുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ താഴത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സൗർ ഗുഹയിലിരിക്കുന്ന ആളുകളെ കാണാം. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂലെ അവരിൽ ഒരാൾ കാൽപാദത്തിലേക്ക് നോക്കിയാൽ നമ്മളെ കാണും എന്ന് പറയുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറയുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഉണ്ടോ? ഇതേ മഅന. ഇവിടെ മഅകുമ എന്നാണ് ഇവിടെ മഅന. ലാ തഹ്സൻ, നിങ്ങൾ ദുഃഖിക്കരുത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു മഅന, നമ്മളുടെ കൂടെയാണ്, നമ്മളോടൊപ്പമാകുന്നു. യാ അബൂബക്കർ മാ ബന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ, 2 പേരെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അല്ലാഹു സാലിസുഹുമ, അവരിൽ മൂന്നാമനായ ആരുണ്ട്? അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആയത്തിൽ പറഞ്ഞത് എന്താ? ആയത്തിൽ പറഞ്ഞത് പിന്നെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന അല്ലേ? ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്.
إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. ഇത് യഖൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ലി സാഹിബിഹി, തൻ്റെ സാഹിബായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, ലാ തഹ്സൻ, ദുഃഖിക്കല്ലേ, ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വിഷയം, ഇത് അള്ളാഹുവിൻ്റെ ഈ ഒരു മഅയ്യത്ത് എന്നുള്ള സിഫത്തിനെയാണ് അറിയിക്കുന്നത്. അള്ളാഹിൻ്റെ ഒരു വിശേഷണമാണ് അവൻ കൂടെയുണ്ട് എന്നുള്ളത്.